നേരത്തെ കായിക ഭവനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് നൽകിയിരുന്നു. അക്കാര്യത്തിൽ കൂടി കായിക മന്ത്രി 7 കോടി രൂപയായിരുന്നു. അതിൽ 6.5 കോടി രൂപയുടെ കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ എടുത്തു. ആ പണികൾ ഇവിടെ പൂർത്തിയായി. അതാണ് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം പൂർത്തീകരിക്കണമെങ്കിൽ ഇനി 7 കോടി രൂപ വേണം. അത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് രണ്ടാം ഘട്ട പ്രവർത്തനം നടത്തും. അതിലൊരു അത്ഭുതമില്ല. എന്താണുള്ളത്? പോയി കണ്ടില്ലേ? അല്ല, നിങ്ങൾ പോയോ? ഇനി 2 കാര്യങ്ങളുള്ളത്. ഫർണിഷിംഗ് ഉണ്ട്. ഫർണിഷിംഗ് ആണ് വരാനുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു കെട്ടിടത്തിൻ്റെ ഫർണിഷിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം എടുക്കണം. ഡയറക്ടറേറ്റാണ് ഇങ്ങോട്ട് മാറ്റാൻ പോകുന്നത്. അതിൻ്റെ രേഖകൾ മാറ്റാനുള്ള സമയങ്ങൾ വേണം. അറിയാലോ, ഫയലുകൾ മാറ്റണം, പുതിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. അത് സാധാരണ കെട്ടിട ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നമ്മൾ പൂർത്തീകരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു കായിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ ലഭിച്ച പണം മുഴുവൻ നമ്മളിപ്പോൾ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർത്തീകരിച്ചൊരു കെട്ടിടം അത് തുറന്നു കൊടുക്കുക എന്നുള്ളത് ആ വകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അല്ല, ആ പ്രയോജനം ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മാസം നോക്കൂ, നിങ്ങൾ തർക്കത്തിന് മുതിരണം. നോക്ക്, കർട്ടൻ വെച്ച് മരുന്ന് അവിടെ പണിക്കാരിപ്പോഴും പണി ചെയ്യുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ വാ, ഇതേ കാര്യം തിരിച്ചു പറ. ഒരു മാസം കഴിഞ്ഞ് നോക്കൂ, കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഫ്ലോറിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനി ഫർണിഷിങ് ആൻഡ് ലൈറ്റിങ് മാത്രമാണുള്ളത്. അത് ഇപ്പോൾ പൂർത്തിയാക്കാൻ ഒരു മാസം സമയമാണ് ഊരാളുങ്കൽ സൊസൈറ്റി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് കാരണം പറയാം. അതുകൊണ്ട് അതെന്നെ പറയും. നോക്കൂ, അതുവാ പറയുന്നത്, വയനാട്ടിലെ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കലിന് ഇവിടെ കൂടുതൽ സമയം ലഭ്യമായിട്ടില്ല. ഇവിടെ ആളുകളെ അയക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് താമസിച്ചത്. അല്ലെങ്കിൽ ഈ ദിവസം തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ശരി, അദ്ദേഹം പറയുന്നത് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി. ഒരു മാസത്തിനകം എല്ലാം ശരിയാകുമെന്നാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.